ഹായ് ഫൈഹ, കൺഗ്രാസ്. എത്രയായിരുന്നു ഫൈഹയുടെ നീറ്റ് സ്കോർ? 687. ഓൾ ഇന്ത്യ റാങ്ക് 4192. മോളുടെ എക്സ്പെക്ടഡ് സ്കോർ തന്നെയായിരുന്നു അത്? കിട്ടുന്ന ആഗ്രഹമുണ്ടായി. കിട്ടിയപ്പോ happy. ബ്രില്യന്റെ ഏത് ബാച്ചിലാണ് മോള് പഠിച്ചത്? ഞാൻ കാലിക്കറ്റ് ക്യാമ്പസിലെ J12 ബാച്ചിലാണ് പഠിച്ചത്. അങ്ങനെ ബ്രില്യനെ പറ്റി മോൾ എങ്ങനെയാ അറിഞ്ഞത്? എൻ്റെ സിസ്റ്റേഴ്സ് ഓൾറെഡി അവിടെ പഠിച്ചതാ. അപ്പം അവർക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയത്. അപ്പോൾ ഞാൻ അവിടെ തന്നെ പഠിച്ചത്. ഇപ്പൊ ബ്രില്യന്റെ മോഡൽ എക്സാംസ് ഒക്കെ ഉണ്ടാവല്ലോ, അതില് മോളെ ഈ സ്കോർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവായിരുന്നോ ചെയ്ത്, അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നോ? ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടായി. അപ്പം ടെൻഷനാവും. ചിലപ്പോൾ ഈസി എക്സാംസ് ഒക്കെ ആകുമ്പോൾ കുറച്ച് റാങ്ക് ബാക്ക് കിട്ടും. അപ്പം പേടിയായിരുന്നു. പക്ഷെ ഡയറക്ടർ, കോർഡിനേറ്റർ അവരൊക്കെ ക്ലാസ് ടീച്ചറൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട്. ആരായിരുന്നു മോളുടെ ഡയറക്ടറും കോർഡിനേറ്ററും ഒക്കെ? എൻ്റെ ഡയറക്ടർ ജോർജ് സാർ, കോർഡിനേറ്റർ ജോർജ് സാർ, പിന്നെ ക്ലാസ് ടീച്ചർ അഭിനയ മാഡം, ഇവരൊക്കെ ഭയങ്കര ഹെൽപ്പ്. നമുക്ക് ഫൈഹയുടെ പേരൻസിനെയും അതുപോലെ തന്നെ വീട്ടിലുള്ളവരെയും പരിചയപ്പെടാം. ഇത് ഫൈഹയുടെ ഉമ്മ, ഇത് കസിൻ ബ്രദർ. നീറ്റിന്റെ റിസൾട്ട് വന്നപ്പോൾ എങ്ങനെയായിരുന്നു? പ്രതീക്ഷിച്ച പോലെ നല്ല മാർക്കോടുകൂടെയാണ് ഫൈഹ പാസ്സായത്? മോളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് നന്നായിട്ട്. പിന്നെ മോഡൽ എക്സാം ഇറങ്ങി വരുമ്പോ തന്നെ പറഞ്ഞത് മോഡൽ എക്സാമിന്റെ അതേ മോഡലായിരുന്നു. കുഴപ്പമില്ല, നല്ല സന്തോഷമായിട്ടാണ്. എങ്ങനെയാണ് പഠിക്കാനൊക്കെ കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിക്കുന്ന? നന്നായിട്ട് 6 മണിക്കൂർ മാത്രം ഉറങ്ങിയിട്ടുള്ളൂ. പിന്നെ ഫുൾ ടൈം എപ്പം കയ്യിലെപ്പം പഠിക്കുന്ന എന്തെങ്കിലും ഉണ്ടാവും. ലീവിന് നാട്ടിലൊന്നും വരൂല. പെരുന്നാളിന് മാത്രം ഒരു പ്രാവശ്യം മാത്രം വന്നിട്ടുണ്ടായിരുന്നു. ബ്രില്യന്റ് എടുക്കാനുള്ള കാരണം എന്താ, റീസൺ? എന്റെ 2 മൂത്ത മക്കളെല്ലാം അവിടെ തന്നെയായിരുന്നു. ഏറ്റവും ചോയ്സ് അവിടെ തന്നെ. ഓക്കെ. ഇത്തവണ നീറ്റ് എക്സാമിന് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതെങ്ങനെയായിരുന്നു? എന്ത് തോന്നി? ടെൻഷൻ ഉണ്ടായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ബ്രില്യന്റ് എന്തായാലും അവരെ ന്യൂസ് എന്തായാലും ഓരോ ദിവസവും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെയിറ്റ് ചെയ്യും, അതിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോ ഹാപ്പി ആയിരുന്നു. ഇത്താത്ത എനിക്ക് വളരെ ഹാപ്പിയാണ്. ഇത്താത്താണ് ഇപ്പൊ ഇൻസ്പിറേഷൻ. ഇത്താത്ത പോലെ എനിക്ക് ആവേണ്ടത്. ബ്രില്യനിലെ മോളെ സ്റ്റഡി പ്ലാൻ ഒക്കെ ഒന്ന് പറഞ്ഞു. സ്റ്റഡി പ്ലാൻ, ടൈം ടേബിൾ? ഡെയിലി എടുക്കുന്ന പോർഷൻസ് അന്ന് തന്നെ കവർ ചെയ്യുന്നു. പിന്നെ വീക്ക്ലി എക്സാം മൺഡേ ഉണ്ടാകുമ്പോൾ സാറ്റർഡേ സൺഡേ ആണ് വീക്ക്ലി എക്സാമിന്റെ പ്രിപ്പറേഷൻ ചെയ്തോണ്ടിരുന്നത്. ബാക്കി ടൈമിൽ ഡെയിലി എടുത്ത് തന്നെ പഠിക്കും. പിന്നെ എക്സാംസ്, മോഡൽ എക്സാംസ് ക്രിസ്മസിന്, ഓണത്തിനൊക്കെ ഉണ്ട്. അതും ഇന്നലെ പ്രിപ്പയർ ചെയ്യും. ഓക്കെ. ഇപ്പം ഈ സ്കോറിന് തന്നെ ഫ്ലക്ച്വേഷൻ വരുമല്ലോ, ഇപ്പൊ മോക്ക് ടെൻഷൻസ് ഉണ്ടാവാറുണ്ടോ? റീ റിപ്പീറ്റേഴ്സ് ബാച്ച് ആയതുകൊണ്ട് നല്ല കോമ്പറ്റീഷൻ. അപ്പം റാങ്ക് ബാക്കോട്ട് പോകുമ്പം അവർക്ക് നല്ല ടെൻഷനാണ്. അപ്പം പിന്നെ പാരൻസും ടീച്ചേഴ്സും അവിടുത്തൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോയി. ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെയായിരുന്നു? ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഭാഗത്തുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? എന്റെ എപ്പോഴും നല്ല ഹെൽപ്ഫുൾ. അവര് എനിക്ക് ടെൻഷൻ കൊടുക്കുമ്പോൾ അവര് നല്ലോണം ഹെൽപ്പ് ചെയ്ത്. പിന്നെ സിബ്ലിങ്സ്, അവരെ ഞാൻ വിളിക്കും ടെൻഷൻ കൊടുക്കുക. പിന്നെ എന്റെ ഫ്രണ്ട്സ്, എന്റെ സ്കൂളിലോട്ടുള്ള ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് എൻ്റെ കൂടെ. അത് ഭയങ്കര ഹെൽപ്ഫുൾ. സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? എക്സൽ പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത്. മാഹി +1 +2 വരെ. അവിടെ ഏതായിരുന്നു അന്നേരം മോളുടെ ഫേവറേറ്റ് സബ്ജക്ട് ഏതായിരുന്നു? ഫേവറേറ്റ് സബ്ജക്ട് ബയോളജി ഇഷ്ടമാണ്. പിന്നെ കെമിസ്ട്രി. അപ്പൊ മോക്ക് ചെറുപ്പത്തിലേ ഉള്ള എംബിഷൻ ആയിരുന്നു മോക്ക്, അതായത് ഡോക്ടർ ആവണം എന്നുള്ളത്? എനിക്ക് ചെറുപ്പം തൊട്ട് ആഗ്രഹം MBBS എടുക്കാന്നുണ്ട്. ഇപ്പൊ 2 ചേച്ചിമാരിപ്പോ എവിടെയാ പഠിക്കുന്നത്? അവര് രണ്ടുപേരും ഇപ്പം NS മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ. അവിടെ ഒരാൾ ഫസ്റ്റ് ഇയർ, ഒരാൾ ഫൈനൽ ഇയർ. ഇപ്പൊ ബ്രില്യനെ പറ്റി മോളൊരു ഒപ്പീനിയൻ എന്താ? ബ്രില്യനിലെ സ്റ്റഡീസ്, ഫാക്കൽറ്റീസ് എല്ലാം ബ്രില്യനിലെല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. ഇപ്പം ടീച്ചേഴ്സ് ആയാലും കോർഡിനേറ്റർ, ഡയറക്ടർ, നമ്മൾ കോഴിക്കോട് ബാച്ചാണെങ്കിലും ഡയറക്ടറൊക്കെ എപ്പോഴും വന്ന് കാണുമായിരുന്നു. പിന്നെ കോർഡിനേറ്റർ ജോർജ് സാർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എൻ്റെ ക്ലാസ് ടീച്ചർ അഭിനയ മാം, മായ മാം, അഞ്ജു മാം, ഇവരൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഇപ്പം ടെൻഷനൊക്കെ ഉണ്ട്, അവരോട് പറഞ്ഞു നല്ല ഹെൽപ്ഫുൾ. മോള് ഇപ്പൊ ബയോളജി എല്ലാം NCERT എന്നെ തറവാക്കിയിട്ടുണ്ടാവും. അപ്പൊ മോള് ബയോളജി എത്ര വട്ടം വായിച്ചു? ബയോളജി കണ്ടിന്യൂസ് വായിച്ചുകൊണ്ടിരിക്കും. ബയോളജി പെട്ടെന്ന് മറന്നു. അപ്പം ഡെയിലി ഇങ്ങനെ മറന്നു വന്ന പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ആക്കിയിട്ട് അത് ഇടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ? ഫിസിക്സ്, കെമിസ്ട്രി NCERT ടെക്സ്റ്റ് ബുക്കും വായിക്കുന്നു ബ്രില്യനിലപ്പം പറയുമായിരുന്നു. അപ്പോൾ മാക്സിമം പ്രോബ്ലംസും ചെയ്യും, അതിൻ്റെ കൂടെ ടെക്സ്റ്റ് വായിക്കുകയും ചെയ്യും. ബയോളജി വായിക്കുന്ന അത്ര വായിച്ചിട്ടില്ലെങ്കിലും അതും വായിക്കുമായിരുന്നു. ഇപ്പം ബ്രില്യ ഇപ്പൊ 12th കഴിഞ്ഞ ഉടനെ മോള് റിപ്പീറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകാൻ കാരണം മോളുടെ
MBBS എന്നുള്ള ലക്ഷ്യം തന്നെയാണ് അല്ലെ? അപ്പം ഇതിപ്പോ അറിഞ്ഞപ്പോ മോക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ടാവും. ഇപ്പൊ മോള് നീറ്റ് എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോ മോക്ക് ഫീലിംഗ് എന്തായിരുന്നു? ഈസി ആയിരുന്നു എക്സാം അല്ലെങ്കിൽ എന്തായിരുന്നു മോളുടെ ഫീലിംഗ് എന്തായിരുന്നു? എനിക്ക് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് തോന്നി. അപ്പൊ നല്ല ഹാപ്പി ആയിരുന്നു. പാരന്റ്സിനോട് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ചെയ്യാൻ പറ്റി. കുറെ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായി. അപ്പം അന്നേരം മോള് കൂടുതൽ ടെൻഷൻ അനുഭവിച്ച? നല്ല ടെൻഷൻ ഉണ്ടായി. അപ്പൊ പിന്നെ ജോബ് സാറൊക്കെ വിളിക്കും എടുക്കും. അപ്പൊ കുഴപ്പമില്ല. പിന്നെ അവര് എക്സാം ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ നല്ല സപ്പോർട്ട് ഉണ്ടാവും പറഞ്ഞിരുന്നു. നല്ല കോച്ചിങ് വേറെ തന്നെ തരും. കുഴപ്പമില്ല. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ MBBS ജേർണി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.